കേരളത്തിൽ MBBS, BDS തുടങ്ങിയുള്ള മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾ അവരുടെ റിസൾട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കാനുള്ള അവസരം അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനം. നീറ്റ് ഫലം ഓൺലൈനായിട്ട് സമർപ്പിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ അതിൽ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതായത് 2024-25 വർഷം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ അതുപോലെ ഡെന്റൽ കോളേജുകളിൽ സ്റ്റേറ്റ് കോട്ട സീറ്റും അതേപോലെ സ്വാശ്രയ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് MBBS, BDS കോഴ്സുകളുടെ NRI, മൈനോറിറ്റി കോട്ട തുടങ്ങി എല്ലാ പ്രോഗ്രാമുകൾക്കുമുള്ള സീറ്റ് അലോട്ട്മെന്റ്. അതിപ്പോൾ കേരളൈറ്റ് ആണെങ്കിലും നോൺ കേരളൈറ്റ് ആണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഈ നോൺ കേരളൈറ്റ് കുട്ടികൾക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടില്ല എന്നുള്ളൂ, സെൽഫ് ഫിനാൻസിങ്ങിലെ സീറ്റുകൾ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവരും ഇത് അപ്ലൈ ചെയ്യുക തന്നെ വേണം. അപ്പോൾ അതിന് നിങ്ങളുടെ നീറ്റ് UGയുടെ സ്കോർ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഏതൊക്കെ കോഴ്സുകളാണ് ഈ റാങ്ക് അനുസരിച്ച്, അതായത് നീറ്റിന്റെ റാങ്ക് അനുസരിച്ച് അല്ലെങ്കിൽ നീറ്റിന്റെ മാർക്ക് അനുസരിച്ച് സ്റ്റേറ്റ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ കോഴ്സ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു MBBS ഉണ്ടാവും, BDS ഉണ്ടാവും, അതേപോലെ ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി തുടങ്ങിയുള്ള മെഡിക്കൽ കോഴ്സ്, അഗ്രികൾച്ചർ, അതേപോലെ ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, BSc കോർപ്പറേഷൻ ബാങ്കിങ്, BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ്, BTech ബയോടെക്നോളജി, ഇങ്ങനെയുള്ള കോഴ്സുകൾക്കും ഈ റാങ്കിൽ നിന്ന് തന്നെയാണ് എടുക്കുക. അതുകൊണ്ട് ഈ കോഴ്സുകൾക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഈ പ്രൊസീജിയർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ നീറ്റ് UG ഫലം അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളെ വെച്ച് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ സീറ്റ് കിട്ടൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും നീറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാ കുട്ടികളും ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതിനുള്ള സമയം നോക്കുക. ഇതിനുള്ള സമയം കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 11-ാം തീയതി 11:59 PM വരെയാണ്. അതായത് ഓഗസ്റ്റ് 11-ാം തീയതി രാത്രി 11:59 വരെ മാത്രമാണ് ഇതിനുള്ള സമയം. അതിന് c.kerala.gov.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ പ്രൊസീജിയർ അതിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിശ്ചിത സമയത്തിനകം നീറ്റ് പരീക്ഷാ ഫലം അപ്ലോഡ് ചെയ്യാത്ത കുട്ടികളെ 2024 മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യുക. ഇനി ബൈ പോസ്റ്റ് ആയിട്ടോ നേരിട്ടോ കൊടുക്കുന്ന ഒരു രേഖകളും അവർ പരിഗണിക്കില്ല. എല്ലാം ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യാവൂ. ഇനി അതിന്റെ സ്റ്റെപ്സ് നോക്കുക. ഒന്ന്, നിങ്ങൾ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ എൻ്റർ ചെയ്യുക. അതിൽ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും, കീമിന്റെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് വരും. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റോൾ നമ്പർ അതേപോലെ അപ്ലിക്കേഷൻ നമ്പർ, ഏതാ നീറ്റ് UGയുടെ റോൾ നമ്പറും നീറ്റ് UGയുടെ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും അതിൽ അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കോർ കാർഡ് അതിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ വേരിഫൈ ചെയ്ത സ്കോർ കാർഡ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. സ്കോർ കാർഡ് വെരിഫൈ ചെയ്യുക, കുട്ടിയുടെ പേര് വെരിഫൈ ചെയ്യുക, നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, റിസൾട്ട് ഡീറ്റെയിൽസ് ഓൺ, ഇതൊക്കെ വെരിഫൈ ചെയ്യുക. അപ്പൊ അതിനകത്ത് റിസൾട്ട് കാണിക്കും, അതേപോലെ പെർസെന്റേജ് സ്കോർ കാണിക്കും, ഓൾ ഇന്ത്യ റാങ്ക് ഫോർ കൗൺസിലിംഗ് കാണിക്കും. ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ് ഈ ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത്രയും സാധനം അതിൽ ഡിസ്പ്ലേ ഉണ്ടാവും. നിങ്ങളുടെ റോൾ നമ്പർ, നീറ്റിന്റെ റോൾ നമ്പറും നീറ്റിന്റെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ, സ്കോർ കാർഡ്, പെർസെന്റേജ് സ്കോർ, കുട്ടിയുടെ പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് വിചാരിക്കുക, ക്ലിക്ക് ദ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ. വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അവിടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ദ പ്രൊസീജിയർ ഓഫ് സബ്മിഷൻ ഓഫ് നീറ്റ് റിസൾട്ട് വിൽ ബി കംപ്ലീറ്റഡ് ഓൺലി വെൻ ദ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക്. ചിലർ ജസ്റ്റ് കയറി നോക്കി കറക്റ്റ് ആണെങ്കിൽ ലോഗ് ഔട്ട് ചെയ്ത് പോരും. അങ്ങനെ ചെയ്യരുത്, വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് തന്നെ ചെയ്യണം. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നൊരു പ്രിന്റ് ഔട്ട് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക, അത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അപ്പൊ നിങ്ങൾക്ക് നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് പ്രിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, അത് മറക്കാതെ ആ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അപ്പൊ ഈ റിസൾട്ട് സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അപ്ലോഡ് ചെയ്ത അതേ നോട്ടിഫിക്കേഷൻ ഞാൻ അതിലെ മെയിൻ പോയിന്റുകൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ എൻഡിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.